ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 3 11ാമത്തെ എപ്പിസോഡാണ്. ഡിലേയായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതൊക്കെ കഴിഞ്ഞു. ഞാൻ ഇനി കൺസിസ്റ്റന്റ് ആയിട്ടാണ് വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ മാക്സിമം സപ്പോർട്ട്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. ഗൈസ്, പ്ലാറ്റിനം എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ കൊഹാക്കു ആണെങ്കിൽ ആ സ്ഥലത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു അറിയാതിരിക്കാൻ വേണ്ടി രാത്രിയാണ് നമ്മുടെ കൊഹാക്കു ആ സ്ഥലത്തിലേക്ക് പോകുന്നത്. ആ കൊഹാക്കു പ്ലാറ്റിനുള്ള സ്ഥലത്ത് ഡിഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂമൻ സിവിലൈസേഷന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് പ്ലാറ്റിനം. നേരത്തെ കൊഹാക്കു കൊടുത്ത മെസ്സേജ് ഇപ്പോഴാണ് നമ്മുടെ സേക്കോന്റെ കയ്യിൽ കിട്ടുന്നത്. സോ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ കൊഹാക്കു അതിലേക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് തന്നെ അത് മൊത്തത്തിൽ പൊടിഞ്ഞു പോവുകയാണ്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ കൊഹാക്കു ഒന്ന് പേടിക്കുന്നുണ്ട്. നമ്മുടെ കൊഹാക്കുവിന് മനസ്സിലാക്കിയാണ് ഇതല്ല പ്ലാറ്റിനം, ഇതിന്റെ അടിയിലുള്ള സാധനമാണെന്ന്. നമ്മുടെ കൊഹാക്കു അത് മാന്തി നോക്കുന്ന സമയത്തായിരുന്നു ഒരു കല്ല് കാണുന്നത്. പിന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ സേക്കോന്റെ ടീമിന് മനസ്സിലാകുകയാണ് ഈ പ്ലാറ്റിനം ഉള്ളത് ഒരു കോൺക്രീറ്റ് ഷെല്ലിലാണെന്ന്. കാരണം അല്ലാതെ വെച്ചാൽ അത് ഉറപ്പായിട്ട് തന്നെ ചീത്തയായി പോകും. ഇതിന്റെ അതിലുണ്ടെങ്കിൽ മാത്രമേ അത് സേഫ് ആയിട്ടിരിക്കത്തുള്ളൂ. അതൊന്നും നമ്മുടെ കൊഹാക്കുവിന് ഈ കാര്യം മനസ്സിലാകുന്നില്ലെങ്കിലും ഇതിന്റെ അതിലാണ് പ്ലാറ്റിനം എന്ന് നമ്മുടെ കൊഹാക്കുവിന് മനസ്സിലാകുകയാണ്. യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ സ്റ്റോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അറിയാം. ഞാനിവിടെ സ്റ്റോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സൗണ്ട് വന്നാൽ അവർ ഉറപ്പായിട്ടും പിടിക്കും. ഇത് സെയിം കാര്യം തന്നെയാണ് മറ്റൊരു സ്ഥലത്തുള്ള നമ്മുടെ സേക്കോൺ ടീമും ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലാതെ ആ കോൺക്രീറ്റ് ബോൾ എങ്ങനെ പൊട്ടിക്കുമെന്ന് ഇവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗെന്ന് ചോദിക്കുകയാണ്, എന്താ ഒരു സൈലന്റ് ബോംബ് ഉണ്ടാക്കിയാലോ? അത് നല്ലൊരു ഐഡിയ ആണ്, നമുക്ക് സൈലന്റ് ബോംബ് ഉണ്ടാക്കാം എന്ന് നമ്മുടെ സേക്ക് പറയുകയാണ്. സൈലന്റ് ബോംബ് എന്ന് പറയുന്ന സാധനം ഇതിനെ സൈലന്റ് ബോംബ് എന്നല്ല വിളിക്കുന്നത്, എക്സ്പാൻഷൻ ബോംബ്. എന്താണ് യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് കോൺക്രീറ്റ് യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ പൊട്ടിക്കാൻ പറ്റും. കോൺടാക്ട് ചെയ്ത് പറയുകയാണ് മിഷൻ എന്ന് പറയുന്നത് പ്ലാറ്റിനം എടുക്കാൻ വേണ്ടിയാണ് എന്നിരിക്കുന്ന സാധനം അതിലേക്ക് കയറ്റി വെച്ചാൽ മാത്രമേ തന്നെ അങ്ങോട്ട് റാറ്റ്സ് വരികയാണ്. സോ ഇത് കാണുന്ന വില്ലേജ് പീപ്പിൾസ് ഒക്കെ ഈ ഇടയ്ക്കായിട്ട് ഒരുപാട് റാറ്റ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്ററെ അടുത്ത് കാണിക്കാൻ വേണ്ടി എനിക്കൊരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമായിരുന്നു. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ട് കൊള്ളാമെന്ന് പറയാവോ? നിങ്ങളെ ഇവരെ ഡിസ്ട്രാക്ട് ചെയ്യും. ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യാം. സമയത്ത് തന്നെ ചുമ്മാ ഇരിക്കുന്ന ഗെന്നിനെ കണ്ട് വില്ലേജ് പീപ്പിൾ അവനോട് ഡാൻസ് കളിക്കാൻ വേണ്ടി പറയുകയാണ്. വേറെ എന്തോ രീതിയിലുള്ള ഡാൻസ് അവൻ കളിക്കുന്നുണ്ട്. തന്നെ നമ്മുടെ കൊഹാക്കു ആണെങ്കിൽ സേക്കു എന്ന ദൗത്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കൊഹാക്കു ആണെങ്കിൽ പ്ലാറ്റിനം ഡിഗ് ചെയ്തിട്ട് അതിലേക്ക് എമറാൾഡ് ലിക്വിഡും അതുപോലെ തന്നെ വൈറ്റ് പൗഡർ ഇടാൻ വേണ്ടി പറയുന്നു. ഡിഗ് ചെയ്യാൻ നേരത്തെ ശബ്ദം കേൾക്കും. സോ അത് വില്ലേജ് പീപ്പിൾസ് കേൾക്കുകയാണ്. നമ്മുടെ മരത്തിൽ നിന്ന് എന്തോ രീതിയിലുള്ള ശബ്ദം വരുന്നെന്ന് പറഞ്ഞ് അവരെ അലർട്ട് ആകാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഗെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പിയർ എടുത്തിട്ട് കറക്കുന്നത്. അതെന്റെ സ്പിയർ, നീ മര്യാദയ്ക്ക് എന്ന് വില്ലേജ് പീപ്പിൾ ഒരാളുടെ സമയത്ത് നമ്മുടെ ഗെന്നി പറയുകയാണ്, ഞാനിപ്പോ കളിക്കാൻ വേണ്ടി പോകുന്നത് സ്പിയർ ഡാൻസ് ആണെന്ന്. നമ്മുടെ ഗെന്നി അവിടെ കിടന്നുകൊണ്ട് സ്പിയർ ഡാൻസ് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വില്ലേജ് പീപ്പിൾസ് എല്ലാം വിചാരിച്ചു നേരത്തെ ഉണ്ടായ ശബ്ദമാണെങ്കിൽ ഗെന്നിന്റെ സ്പിയറിൽ നിന്നാണെന്ന്. ചുളുവിൽ നമ്മുടെ കൊഹാക്കു അവിടെ നിന്ന് ഡിഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വില്ലേജ് പീപ്പിൾസിനെ മറ്റുള്ള ആൾക്കാർ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊഹാക്കു ആ കോൺക്രീറ്റ് ഡിഗ് ചെയ്ത് കഴിയുകയാണ്. കൂടി ഒഴിക്കണം. അതുപോലെ തന്നെ വൈറ്റ് പൗഡർ അതിലേക്ക് ഇടാൻ വേണ്ടി നമ്മുടെ സേക്ക് പറയുകയാണ്. നമ്മുടെ കൊഹാക്കു ആണെങ്കിൽ ആദ്യം ആ വൈറ്റ് പൗഡർ ഇട്ടിട്ട് അതിന്റെ പുറകെ തന്നെ ആ ലിക്വിഡും ഇടുന്നു. അടച്ചു വെക്കുന്ന സമയത്ത് അത് പൊട്ടിയിട്ട് അത് രണ്ടും തമ്മിൽ മിക്സ് ആകുകയാണ്. ഇത് മിക്സ് ആകുന്ന സമയത്ത് അവിടെ പ്ലാസ്റ്റിക് ക്രിയേറ്റ് ആകും. സോ അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ അതങ്ങ് എക്സ്പാൻഡ് ആകും. അന്നത്തെ ദിവസം തന്നെ രാത്രിയാണെങ്കിൽ നമ്മുടെ കൊഹാക്കു ആണെങ്കിൽ ആ സ്ഥലത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ കൊഹാക്കു ആണെങ്കിൽ അതിൽ വന്നൊന്ന് ചവിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അത് മുഴുവനായിട്ട് തന്നെ ഇല്ലാതാകുകയാണ്. ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ സേക്കുവിന്റെ അച്ഛൻ ബാക്കിയാണ് ഫ്ലാഷ് ബാക്ക്. എനിക്ക് ഉറപ്പായിട്ടും അറിയാം നീ ഹ്യൂമാനിറ്റിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. അതുകൊണ്ട് തന്നെ കുറച്ച് റെയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് നിനക്ക് വേണ്ടി ഞാൻ കളക്ട് ചെയ്ത് വെക്കാം. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, നീ ഈ ലോകത്തെ രക്ഷിക്കുമെന്ന് എനിക്കറിയാം എന്ന് നമ്മുടെ ഭാഗ്യ പറയുന്നു. പൊട്ടിക്കുന്ന സമയത്ത് ഗോൾഡ് പോലത്തെ എന്തെങ്കിലുമൊക്കെ സാധനം കാണുമെന്നാണ് നമ്മുടെ കൊഹാക്കു ചിന്തിക്കുന്നത്. എന്റെ സിസ്റ്റർ ആയിട്ടുള്ള റൂറി പറയുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് നമ്മുടെ കൊഹാക്കു. നമ്മുടെ കൊഹാക്കു ആണെങ്കിൽ പൊട്ടി വന്ന കല്ലൊക്കെ അവിടെ നിന്ന് പെതുക്കി തന്നെ എടുത്ത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കൊഹാക്കു അറിയാത്ത ഒരു കല്ലാണെങ്കിൽ അതിന്റെ അടിയിലേക്ക് അങ്ങ് പോവുകയാണ്. വലിയ ശബ്ദം തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല ട്രഷർ ചെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം പൊട്ടി കാണുകയും ചെയ്യും. ആ സാധനം പൊട്ടി പോയിരിക്കുന്നു. അത് അവൾ കയ്യിലേക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് അത് വെറും സാൻഡ് ആണ്. അവൾ ഞെട്ടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ശബ്ദം കേട്ട സ്ഥലത്തിലേക്ക് വില്ലേജ് പീപ്പിൾസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാൻഡിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം കാണും. സേക്കു ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. തന്നെ വില്ലേജ് പീപ്പിൾസ് ആ സ്ഥലം മുഴുവനായിട്ട് തന്നെ വളർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊഹാക്കു ചില്ലറക്കാരിയാണോ അവിടെ നിന്ന് നേരത്തെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ആ സാൻഡും ഉണ്ടായിരുന്നു. തന്നെ നമ്മുടെ സേക്കു ഒരു മോട്ടോർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ വളരെയധികം പാടായിട്ട് ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടാസ്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം വളരെയധികം ഈസി ആയിട്ട് തന്നെ ചെയ്തേനെ എന്ന് നമ്മുടെ സേക്കു പറയുന്നു. സമയത്ത് നമ്മുടെ കൊഹാക്കുവിന്റെ കയ്യിൽ നിന്നൊരു ഡെലിവറി വരികയാണ്. സോ ഈ സാധനം എടുത്തുകൊണ്ട് നമ്മുടെ സേക്കുവിനെ എടുത്തോണ്ട് വരുന്നു. സേക്കു ആ സാധനം ടേബിളിലേക്ക് പൊട്ടിച്ചിട്ട് നോക്കുന്ന സമയത്താണെന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത് അത് ഗോൾഡ് ആണ്. ഗോൾഡ് ബാക്കി
ബാക്കിയുള്ളവരും ആണെങ്കിൽ റിവർ സൈഡിൽ നിന്നാണ് ഈ സാധനം കളക്ട് ചെയ്തിട്ടുള്ളത്. റിവർ സൈഡിൽ നിന്നൊക്കെ പ്ലാറ്റിനം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെയധികം റെയർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സമയത്ത് ഒരു ടൈനി പീസ് എടുത്തിട്ട് നമ്മുടെ സേക്കു അവരെ കാണിക്കുകയാണ്, ഇതാണ് പ്ലാറ്റിനം. സമയത്ത് എല്ലാ ആൾക്കാരും വളരെയധികം എക്സൈറ്റിംഗ് ആണ്. നമ്മൾ സീക്ക് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് നമ്മുടെ സീക്കു. പ്ലാറ്റിനം എന്ന് പറയുന്നത് വളരെയധികം റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഇത് റിവറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 0.01 ഗ്രാം മാത്രമേ എർത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പ്ലാറ്റിനം ടൈനി പ്ലാറ്റിനം തന്നെ കണ്ടുപിടിക്കാം ഡിക്കേറ്റ്സ് എടുക്കും. സമയത്ത് അതിനകത്തിൽ വീണ്ടും പ്ലാറ്റിനം അവർക്ക് ലഭിക്കുന്നു. ഒരുപാടധികം ടൈനി പ്ലാറ്റിനം ഓരോന്ന് കണ്ടുപിടിക്കാനും ടിക്കറ്റ്സ് എടുക്കുന്നില്ല. നീ പറഞ്ഞതായിരുന്നു നമ്മുടെ സേക്കു ഒരു കാര്യം ചിന്തിക്കുന്നത്. നമ്മുടെ സേക്കുവിന്റെ അച്ഛനാണെങ്കിൽ ബാക്കിയുള്ളവരോട് വാല്യുബിൾസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ബാക്കിയ ഒരു റിവർ സൈഡിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് ഗോൾഡും പ്ലാറ്റിനും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സേക്കുവിന്റെ അച്ഛന് ഒരുപാടധികം പ്രായമായിട്ടും അതിലൊന്നും നിൽക്കാതെ വീണ്ടും വീണ്ടും പ്ലാറ്റിനം കണ്ടുപിടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സേക്കുവിന്റെ അച്ഛന് ഒന്ന് എഴുന്നേക്കാൻ പോലും വയ്യ, അവളെല്ലാം തളർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഒരുപാടധികം പേര് അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ സേക്കുവിന്റെ അച്ഛനെ എഴുന്നേൽപ്പിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമയത്തന്നെ നമ്മുടെ സേക്കുവിന്റെ അച്ഛൻ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരും തട്ടി മാറ്റിയിട്ട് വീണ്ടും ആ സാധനം കളക്ട് ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ പോവുകയാണ്. ഞാൻ ഈ എർത്തിലെ തന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ആസ്റ്റൻഡോടാണ് കാര്യം. എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയും എന്റെ മകന് വേണ്ടിയും ബാക്കിയുള്ളവർക്ക് വേണ്ടിയും ചെയ്തേ തീരൂ. എനിക്ക് ഉറപ്പാണ് ഹ്യൂമൻ സിവിലൈസേഷനെ നീ തിരിച്ച് മുഴുവനായിട്ട് തന്നെ കൊണ്ടുവരുമെന്ന്. സേക്കുനച്ഛൻ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തന്നെ സ്റ്റോണായിരിക്കുന്ന നമ്മുടെ സേക്കു സെക്കൻഡ്സ് ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സേക്കുനച്ഛൻ വയ്യാതെ ആ വെള്ളത്തിലേക്ക് വീഴുകയാണ്. വയ്യാതെയല്ല, സേക്കുനച്ഛൻ ആ വെള്ളത്തിലേക്ക് വീണത് സ്റ്റാർസും സോളാർ സിസ്റ്റവും കാണാൻ വേണ്ടിയാണ്. കരഞ്ഞുകൊണ്ട് സേക്കുനച്ഛൻ ആ വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സേക്കു ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ ഗെന്ന് സേക്കുനോട് പറയുകയാണ്. എന്ന സമയത്ത് നമ്മുടെ സേക്കു ചിരിച്ചോണ്ട് അതെന്റെ ബയോളജിക്കൽ ഫാദർ അല്ലെന്ന് പറയുന്നു. നമ്മുടെ സേക്കു ചോദിക്കുകയാണ്, അപ്പൊ സേക്കുന്റെ ശരിക്കുള്ള അച്ഛനല്ലേ അത്? ബാക്കിയോ എന്നെ ഒരു മകനെ പോലെയല്ല കണ്ടത്, അയാളുടെ ഒരു കൂട്ടുകാരനെ പോലെയാണ്. ആണെങ്കിലും നിങ്ങൾ രണ്ടും ഒരുപോലെ തന്നെയാണ്, ഒരിക്കലും തോറ്റു കൊടുക്കത്തില്ല നിങ്ങളുടെ സ്പിരിറ്റ് എന്ന് നമ്മുടെ ഗെന്ന് പറയുകയാണെങ്കിലും നിങ്ങളുടെ ഹെൽപ്പിന് ഒരുപാടധികം താങ്ക്സ് ഉണ്ട് ബാക്കിയാ എന്ന് നമ്മുടെ സേക്ക് പറയുകയാണ്. ഇതിന് അവർക്ക് പ്ലാറ്റിനോ ലഭിക്കുകയാണ്. ഇതിന് ബാർക്ക് അങ്ങോട്ട് വരികയാണ്. ഉണ്ടായ പ്രശ്നം എന്താണെന്ന് നോക്കാൻ വേണ്ടിയാണ് സോൾജേഴ്സുമായിട്ട് ബാർക്ക് അങ്ങോട്ട് പോകുന്നത്. ചെന്ന് നോക്കുന്ന സമയത്ത് ഐസ് പോലത്തെ എന്തോ ഒരു സാധനം അയാളുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്നു. സെയിം ഐസ് തന്നെയാണ് ആ ബോട്ടിൽ കണ്ടേ എന്ന് നമ്മുടെ ബാർക്കിന് മനസ്സിലാകുകയാണ്. അല്ല, ഈ സ്ഥലത്തിലേക്ക് നുഴഞ്ഞേറ്റക്കാർ വന്നിട്ടുള്ള ഒരു കാര്യവും ബാർക്കിന് മനസ്സിലാകുകയാണ്. നമ്മുടെ സേക്കുന്റെ ടീമിലെയാണ്. സോ നമ്മുടെ സേക്കു ആണെങ്കിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സാധനത്തിൽ പ്ലാറ്റിനം വെച്ചിട്ട് നൈട്രിക് ആസിഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സേക്കു പറയുകയാണ്, ഈ കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് മിറാക്കിൾ ഫ്ലൂയിഡ് കിട്ടും, അഥവാ നൈട്രിക് ആസിഡ്. വരെ ഈ നൈട്രിക് ആസിഡിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല. ഈ വാട്ടറിന് വേണ്ടി നമ്മളൊരു വാർ തുടങ്ങി, നമ്മളൊരു ക്രൂ തന്നെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും സേക്കു ഈ സയൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അവർ മിറാക്കിൾ ഫ്ലൂയിഡ് കണ്ടുപിടിക്കുകയാണ്. കിങ്ഡം ഓഫ് സയൻസിന് പവർ കൂട്ടാൻ വേണ്ടിയുള്ള സമയമായിരിക്കും. നമ്മുടെ ക്രൂ മെമ്പേഴ്സിനെയും നമ്മുടെ ഫ്രണ്ട്സിനെയും എല്ലാത്തിനെയും നമ്മൾ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. എടുക്കുന്ന സമയത്ത് നമ്മുടെ സേക്കുവിനും ബാക്കിയുള്ളവർക്കും ഒരുപാടധികം സന്തോഷം വരികയാണ്. സോ അങ്ങനെ നമ്മുടെ സേക്കു മാസ് ആയിട്ട് പറയുകയാണ്, ഇറ്റ് ഈസ് വെരി എക്സൈറ്റിംഗ്. ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി തൊട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ ഞാൻ വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. സോ നേരത്തെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാം ഇനി വരുന്ന എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് അതൊക്കെ ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റ് ഇഷ്യൂസ് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ തന്നിട്ട് ഈ വീഡിയോ അഥവാ യൂട്യൂബ് റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ ഞാൻ ഇത് റീ അപ്ലോഡ് ചെയ്യും. സോ റീ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. മാക്സിമം സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.